ഈ രേവതി നക്ഷത്രക്കാർക്ക് ബുദ്ധിപരമായും യുക്തിപരമായുള്ള പ്രവർത്തനങ്ങളും പരാശ്രയം കൂടാതെയുള്ള ജീവിതവും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ്. ഈ നക്ഷത്രക്കാർക്ക് നല്ല ധൈര്യവും ആരോഗ്യവുമുള്ള ആളുകളായിരിക്കും. ഇവരങ്ങനെ അധികം ആൾക്കാരോട് എതിർത്ത് സംസാരിക്കുകയോ അങ്ങനെ എതിർത്ത് പറയുകയോ നിഷേധാത്മകമായിട്ട് സംസാരിക്കുകയോ അങ്ങനെ പൊതുവെ അങ്ങനെ ചെയ്യാറില്ല. എന്നാൽ ഇവർ ആരും വകവയ്ക്കാറുമില്ല. അങ്ങനത്തെ ഒരു പ്രകൃതം ഉള്ള ആളുകളാണ് ഈ രേവതി നക്ഷത്രക്കാർ. രേവതി നക്ഷത്രക്കാരിൽ ചിലർ സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള ടെൻഡൻസി കൂടുതലുള്ള ആളുകളായിരിക്കും. അവർക്ക് അസന്മാർഗിയാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കുറച്ച് ആൾക്കാർ സന്മാർഗത്തിൽ നിന്ന് മാറി അസന്മാർഗത്തിലേക്ക് പോയി അവിടെ ഒന്ന് ആ രീതിക്ക് വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഈ നക്ഷത്രക്കാരിലുണ്ട്. പിന്നെ ഈ നക്ഷത്രക്കാർ രഹസ്യം സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഇവർ വൻ തോൽവികളാണ്. വേറൊന്നും കൊണ്ടല്ല, ഇവരുടെ മനസ്സിൽ അങ്ങനെ രഹസ്യങ്ങൾ അങ്ങനെ നിൽക്കില്ല, ആരോടെങ്കിലും പറഞ്ഞു പോകും. അത് ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ്. ഈ കൂട്ടരങ്ങനെ ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കാറില്ല. സംസാരിക്കുമ്പോൾ ഓക്കെ ആ രീതിക്ക് സംസാരിച്ച് പോവുമെങ്കിലും അമിതമായിട്ട് അങ്ങനെ ആളുകളെ വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളുകളല്ല ഇവർ. മറ്റുള്ള ആൾക്കാരുടെ സുഖവിവരങ്ങളും ആരോഗ്യവും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്നൊക്കെ തിരക്കുന്ന ഇവർ സ്വന്തം ആരോഗ്യ കാര്യങ്ങളിൽ വരുമ്പോൾ ഇവരധികം ശ്രദ്ധ അതിൽ പുലർത്താറില്ല. കാരണം സ്വന്തം ആരോഗ്യത്തെ കാര്യത്തിൽ അവർക്ക് അധികം ബോധേടാവേണ്ട കാര്യമില്ലെന്നുള്ള മൈൻഡാണ് ഇവർക്ക്. ഞാൻ എങ്ങനെയായാലും ജീവിച്ചു പൊക്കോളും, ആരോഗ്യമൊക്കെ അല്ലേ, ആ ഒരു രീതിക്ക് അങ്ങനെ നടന്നോളും എന്നൊരു ചിന്ത വരാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് ഇവർ. അതുപോലെ തന്നെ ലഹരി വസ്തുക്കളോട് അമിതമായുള്ള ആഗ്രഹം തോന്നാനിടയുള്ള നക്ഷത്രം കൂടിയാണ്. ഇപ്പോൾ നിരവധി ലഹരി വസ്തുക്കളുണ്ടല്ലോ, അപ്പോൾ അതിനോടൊക്കെ ആ ടെൻഡൻസി ഉണ്ടാകും. അതൊന്ന് യൂസ് ചെയ്യണം, അതൊന്ന് ചെയ്ത് നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആഗ്രഹം ഒരു പൊടിക്ക് മുൻതൂക്കം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും.